ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിങ് സ്റ്റേജിൽ എന്തൊക്കെ ഡ്രോയിങ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ ഡ്രോയിങ്സ് ആയിരിക്കും അവിടെ ആവശ്യമായിട്ട് വരിക ബേസിക്കലി? ഓക്കെ, നമുക്ക് ബേസിക്കലി ഇപ്പോൾ ഒരു വീട് നമ്മൾ ഡിസൈൻ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പ്ലാനാണ്. പ്ലാൻ ചെയ്ത് അതിൻ്റെ സോണിങ് എല്ലാം ചെയ്ത് ഒരു പ്ലാൻ ഫൈനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ എലിവേഷനിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ. സോ എലിവേഷൻ കൂടി കഴിഞ്ഞ് എല്ലാം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി വർക്കിംഗ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ പ്ലാനും എലിവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാനും എലിവേഷനും വെച്ച് മാത്രം സൈറ്റിൽ പണിയാൻ പറ്റുമോ? കാരണം ഇത് ഓരോ കാര്യങ്ങളും ഓരോ ലെവലിൽ ഓരോ ഡിസൈൻ അനുസരിച്ച് ആണ് ഇത് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലാനും എലിവേഷനും അതിൻ്റെ സെക്ഷൻസും അല്ലാതെ നമുക്ക് വർക്കിംഗ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഓഫ് ഡ്രോയിങ്സ് വരും. ഈ വർക്കിംഗ് ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ